Hi guys, welcome to my channel Learn to Code from Zero to Hero. Spend some time to learn coding. കുറച്ച് സമയം കോഡിംഗ് പഠിക്കാനായി സമയം കണ്ടെത്തുക. What skills do you need to learn coding? എന്തൊക്കെ skills ആണ് നിങ്ങൾക്ക് ആവശ്യം? Ability to read and write English. English സാമാന്യം എഴുതുവാനും വായിക്കുവാനുമുള്ള അറിവ്. Knowledge of basic mathematics. അത്യാവശ്യം കുറച്ച് കണക്കിനെ കുറിച്ചുള്ള അറിവ്, ലോജിക്കൽ റീസണിങ്, കോമൺ സെൻസ്, കോഡിംഗ് സ്കിൽ, കോഡിംഗ് എഴുതാനുള്ള കഴിവ്. ടിപ്പ് ഫോർ ദ ഡേ: ബി സെൽഫ് റിലയൻറ്റ്. ഗെറ്റ് റെഡി ടു ലേൺ ബേസിക് ഗെറ്റിംഗ് ഡാറ്റ ഇൻ ടു ദ മെമ്മറി. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഗെറ്റിംഗ് ഡാറ്റ ഇൻ ടു ദ മെമ്മറി ടോപ്പിക്കാണ്. There are three ways to assign values to the variables in BASIC. They are let, input or read statement. മൂന്ന് വിധത്തിൽ നമുക്ക് ഓരോ ഡാറ്റാനെ മെമ്മറിയിലേക്ക് കൊടുക്കാം. ആദ്യത്തേത് നമ്മൾ പഠിക്കുന്ന ലെറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ലെറ്റ് സ്റ്റേറ്റ്മെന്റ് ഇറ്റ് ഈസ് എ മെത്തേഡ് ടു അസൈൻ വാല്യൂ ടു ദ വാരിയബിൾ. ലെറ്റ് വാരിയബിൾ ഈക്വൽ കോൺസ്റ്റന്റ് വാരിയബിൾ എക്സ്പ്രഷൻ. ഇത് ലെറ്റ് സ്റ്റേറ്റ്മെന്റ് വെച്ച് എങ്ങനെ ഒരു വാല്യൂവിനെ നമുക്കൊരു വാരിയബിളിലേക്ക് കൊടുക്കാം എന്നുള്ളതാണ് പഠിക്കുന്നത്. അതിലാദ്യം സിൻടാക്സ് പറയുന്നത് ലെറ്റ് വാരിയബിൾ ഈക്വൽ കോൺസ്റ്റന്റ് ആവാം, വാരിയബിൾ തന്നെ ആവാം, എക്സ്പ്രഷൻ ആവാം. എല്ലാം ഒരു സ്ലാഷ് വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ എക്സാമ്പിൾ തന്നിരിക്കുന്നത് 10 ലെറ്റ് എക്സ് ഈക്വൽ ടു 20. 20 ഇവിടെ കോൺസ്റ്റന്റ് ആണ്, എക്സ് വാരിയബിൾ ആണ്. ലെറ്റ് എ ഡോളർ ഈക്വൽ ടു ആപ്പിൾ. ഡബിൾ കോട്ട്സിൽ കൊടുത്തത് കാരണം ഇതെന്താണ്, ഒരു സ്ട്രിംഗ് കോൺസ്റ്റന്റ് ആണ്. സ്ട്രിംഗ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ എ എന്ന് പറയുന്ന ലെറ്റർ ഫോളോഡ് ബൈ ഡോളർ സൈൻ. അടുത്തത് 30 ലെറ്റ് എ ഈക്വൽ ടു എ പ്ലസ് 1. ഇതൊരു എക്സ്പ്രഷൻ ആണ്. എന്തുകൊണ്ടാണ്? ഇതിൽ വാരിയബിൾ ഉണ്ട്, കോൺസ്റ്റന്റ് ഉണ്ട്, പിന്നെ ഓപ്പറേറ്റർ പ്ലസും ഉണ്ട്. ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രൊവൈഡ് ഡാറ്റ ടു എ വാരിയബിൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ്. Read statement: if there is a large amount of data to be processed, it is very inconvenient or impractical to key in the entire data during the program execution through input statement. In such case, read statement are found useful. Read statement is always used in conjunction with data statement. അടുത്തത് ലെറ്റ് സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ് നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റും റീഡ് സ്റ്റേറ്റ്മെന്റും ആണ്. ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് വെച്ച് നമ്മൾ ഡാറ്റ വാരിയബിളിലേക്ക് അസൈൻ ചെയ്തതിന് കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റീഡ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കും. റീഡ് സ്റ്റേറ്റ്മെന്റിന് കൂടെ എപ്പോഴും എന്തുണ്ടാവും? ഡാറ്റ സ്റ്റേറ്റ്മെന്റും ഉണ്ടായിരിക്കും. മൂന്ന് മെത്തേഡുകളാണ് നമുക്കിവിടെ പ്രധാനമായും പഠിക്കുന്നത്. അതിൽ ആദ്യത്തെ മെത്തേഡ് നമുക്ക് നോക്കാം. മെത്തേഡ് 1: 10 ലെറ്റ് എ ഈക്വൽ ടു 5, 20 ലെറ്റ് ബി ഈക്വൽ ടു 7, 30 ലെറ്റ് സി ഈക്വൽ ടു എ പ്ലസ് ബി, 40 പ്രിന്റ് സി, 50 എൻഡ്. ഇവിടെ എ എന്ന് പറയുന്ന വാരിയബിളിലേക്ക് നമ്മൾ എന്താണ് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്? 5. ബി എന്ന് പറയുന്നതിൽ 7ഉം. അപ്പോൾ 5 പ്ലസ് 7 എന്താണ്? 12. അതെവിടെയൊക്കെ അസൈൻ ചെയ്തിരിക്കുന്നത്? സി എന്ന് പറയുന്ന വാരിയബിളിലും. അപ്പോൾ പ്രിന്റ് സി പ്രിന്റ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? 12 എന്ന് കിട്ടും. അടുത്തത് മെത്തേഡ് 2: 10 ഇൻപുട്ട് എ കൊമ ബി, 20 ലെറ്റ് സി ഈക്വൽ ടു എ പ്ലസ് ബി, 30 പ്രിന്റ് സി, 40 എൻഡ്. ഈ ഒരു പ്രോഗ്രാം എഴുതി നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതായിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേണം നമ്മളുടെ എയുടെ വാല്യൂം ബിയുടെ വാല്യൂം എൻറ്റർ ചെയ്യാനായിട്ട്. അതായത് കഴ്സർ ഇസ് വെയിറ്റിംഗ് ഫോർ അസ് ടു എൻറ്റർ ദ ഡാറ്റ ദാറ്റ് ഈസ് ദ വാല്യൂ ഫോർ എ ആൻഡ് ബി. സപ്പോസ് ഞാൻ എയുടെ സ്ഥാനത്ത് 2 കൊടുത്തു, ബിയുടെ സ്ഥാനത്ത് 3 കൊടുത്തു. അപ്പോൾ 2 + 3 എന്താണ്? 5. ആ 5 ആയിരിക്കും സി എന്ന് പറയുന്ന വാരിയബിൾ എടുക്കുന്നത്. മെത്തേഡ് 3: 10 റീഡ് എ കൊമ ബി, 20 ലെറ്റ് സി ഈക്വൽ ടു എ പ്ലസ് ബി, 30 പ്രിന്റ് സി, 40 ഡാറ്റ 5, 7 ആൻഡ് 50 എൻഡ്. ഇവിടെ നമ്മൾ പ്രധാനമായും റീഡ് സ്റ്റേറ്റ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. റീഡ് എ കൊമ ബി, അതായത് രണ്ട് വാരിയബിളാണ് ഉപയോഗിച്ചിരിക്കുന്നത്, എയും ബിയും. ഡാറ്റ 5, 7ഉം. അപ്പോൾ എ എന്ന് പറയുന്ന വാരിയബിൾ എടുക്കുന്ന വാല്യൂ ഡാറ്റ 5 ആയിരിക്കും. ബി എന്ന് പറയുന്ന വാരിയബിൾ എടുക്കുന്ന വാല്യൂ 7 ആയിരിക്കും. അപ്പോൾ 5 + 7 എന്താണ്? 12. അത് എവിടെയായിരിക്കും ഉണ്ടാവുക? ലെറ്റ് സി ഈക്വൽ ടു എ പ്ലസ് ബി. അപ്പോൾ 5 + 7 12. അത് സി എന്ന് പറയുന്ന വാരിയബിൾ എടുക്കും. 30 ലൈൻ നമ്പറിൽ പ്രിന്റ് സി
12 പ്രിൻ്റ് ചെയ്യും. 50 end. Restore statement. It is used in occasions where we may have to read a set of data more than once in a program. ഒരു കൂട്ടം ഡാറ്റാസ് നമ്മൾക്ക് ഇങ്ങനെ റീഡ് ചെയ്യേണ്ട ആവശ്യം വരുന്ന സമയത്താണ് നമ്മൾ റീസ്റ്റോർ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. Recap. We discussed getting data into the memory by let statement, input statement and read data statement. Hope this is clear and useful for you. Thank you.